Back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed a problem relating to profit reconciliation statement. Today we are going to discuss another problem relating to profit reconciliation statement. Today's question is this: prepare cost sheet and profit and loss account from the following information and reconcile the profits. Items: material consumed 2 lakhs, wages 1,60,000, works overhead 46,000, office overhead 71,000, selling expenses 44,000, sales 6 lakh. In cost book, works overhead are charged at 25% of wages and office overheads charges are recovered at 20% of work cost. Selling expenses are charged at 10% of sales. In financial books, debenture interest paid rupees 15,000, preliminary expenses rupees 7,000 and loss on sale of assets rupees 8,000 are charged against the profit. This is the question. The of this problem is costing profit and financial profit is not given. Costing profit അതുപോലെ financial profit നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. So first we calculate costing profit, then we find out financial profit, then we reconcile the profit. Okay. First we prepare cost sheet. ഇവിടെ നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക്. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് rupees 2 lakh, then direct wages rupees 1,60,000. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ്, ദ റിസൾട്ട് ഈസ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് 3,60,000. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 3,60,000. ഓക്കെ, then add factory overheads. Factory overhead is the 25% of direct wages. Direct wages ന്റെ 25% ആണ് എന്തെന്ന് പറയുക? ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് 1,60,000 ആണ്. സോ 25% of 1,60,000 ദാറ്റ് ഈസ് 1/4, ദാറ്റ് ഈസ് 40,000. ഓക്കെ, അപ്പൊ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് 4 lakh rupees കിട്ടി. ഓക്കെ, then add the office overheads with work cost, we get cost of production. അപ്പം ഓഫീസ് ഓവർഹെഡ് 20% ഓഫ് വർക്ക് കോസ്റ്റ്. ഓഫീസ് ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഹിന്റ് ആണ്. 20% ഓഫ് എന്താണ്? വർക്ക് കോസ്റ്റ് ആണ്. വർക്ക് കോസ്റ്റ് 4 lakh ആണ്. 4 lakhന്റെ 20% ആണ്. 4 lakhന്റെ 20% എന്ന് പറയുമ്പോൾ 80,000 rupees ആണ്. അപ്പം 80,000 rupees added with work cost, we get cost of production rupees 4,80,000. Cost of production 4,80,000. Okay, then add the selling and distribution overhead ആണ്. Selling overhead rupees 60,000. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 60,000 add 60,000 with the cost of production, we get total cost 5,40,000. 4,80,000 plus 60,000, 5,40,000 is the total cost. Okay, then sales amount ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6 lakh ആണ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ എന്താണ്? സെയിൽ പ്രൈസ് ആണ് ഹയർ എമൗണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് 5,40,000 ആയുള്ളൂ. സെയിൽ പ്രൈസ് നമുക്ക് 6 lakh കിട്ടി. അപ്പൊ ഡിഫറൻസ് 60,000 ഈസ് ദ പ്രോഫിറ്റ്. അപ്പം കോസ്റ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ടന്റ് കിട്ടി. എത്രയാണ്? 60,000. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്. സെക്കൻഡ് പാർട്ട്, we find out the profit as per financial accountant. Profit as per financial account. For this we prepare profit and loss account. Okay, profit and loss account ആണ്. Debit credit particulars rupees ആണ്. Okay, debit credit. Okay, first item material ആണ്. Material consumed 2 lakh rupees ആണ്. Then to wages 1,60,000 ആണ്. Okay, ഫാക്ടറി ഓവർഹെഡ്സ് 46,000 ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ ബുക്സിൽ ഇൻഫർമേഷൻ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് 46,000 ആണ്. എന്നാൽ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എത്ര രൂപ മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ? ഓൺലി 40,000 rupees ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ഡിഫറൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 70,000 ആണ്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എനിക്ക് തോന്നുന്നു 80,000 ആയിരുന്നു നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ അവിടെ എഴുതിയത്. ഓക്കെ,
ദെൻ അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 44,000 ആണ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ 60,000, അതായത് കോസ്റ്റ് അക്കൗണ്ടായിട്ട് 60,000 റുപ്പീസ് ആണ് സെല്ലിംഗ് ഓവർഹെഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ 3 ഐറ്റം നമുക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് അവിടെ പഠിക്കാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ മെറ്റീരിയൽ 2 lakh, wages 1,60,000, factory overheads 46,000, administrative overhead 71,000, selling and distribution overhead 44,000. Then preliminary expenses return of 7,000. Preliminary expenses return of 7,000. ഇത് പ്യൂർലി ഫിനാൻഷ്യൽ ഐറ്റം ആണ്. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഐറ്റം ആണ്. കോസ്റ്റ് അക്കൗണ്ടന്റ് ഈ ഐറ്റം കൺസിഡർ ചെയ്യുകയില്ല. ഓക്കെ, then debenture interest rupees 15,000. debenture interest ആര് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്, പ്യൂർലി ഫിനാൻഷ്യൽ ഐറ്റം ആണ്. debenture interest 15,000. then loss on sale of asset 8,000. loss on sale of asset 8,000. ഓക്കെ, ഈ 3 ഐറ്റവും കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐറ്റം അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിൽ ഐറ്റം വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ദെൻ സെയിൽസ് 6 lakh. ദെൻ നമ്മൾ സാധാരണ പിന്നെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. 6 lakh. ദെൻ ഡിഫറൻസ് 49,000 is the net profit. അപ്പോൾ 49,000 എന്തായിട്ട് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ കിട്ടിയ പ്രോഫിറ്റ് 60,000 ആണ്. കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 49,000 ആണ്. ഈ 2 ഫിഗർ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ഇനി പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് പാർട്ട് പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മളിപ്പോൾ 3 പാർട്ടായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണ്? കോസ്റ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടില്ലായിരുന്നു, ഫിനാൻഷ്യൽ പ്രോഫിറ്റ് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ദെൻ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പ് പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പർട്ടിക്കുലർസ് റുപ്പീസ്. ദെൻ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക്. പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയ ഫിഗർ ആണ് 60,000 റുപ്പീസ്. ഓക്കെ, ദെൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ ഓർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. ഓവർ അബ്സോർപ്ഷൻ ഓർ ഓവർ റിക്കവറി ഓഫ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. ഓക്കെ, 80,000. ദെൻ 71,000. 80,000 റുപ്പീസ് ആണ് നമ്മൾ എവിടെ ചാർജ് ചെയ്തത്? പിന്നെ കോസ്റ്റിംഗ് പ്രോഫിറ്റിൽ നമ്മൾ ചാർജ് ചെയ്തത് 80,000 റുപ്പീസ് ആണ്. ഫിനാൻഷ്യൽ ബുക്കിൽ നമ്മൾ എത്ര ചാർജ് ചെയ്തിട്ടുള്ളൂ? 71,000 ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പം എത്ര രൂപ കൂടുതൽ ചാർജ് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് ബുക്കിൽ 9,000 റുപ്പീസ് കൂടുതൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രോഫിറ്റ് എവിടെ അത്രയും പ്രോഫിറ്റ് എവിടെ കുറഞ്ഞിട്ടുണ്ട്? കോസ്റ്റ് കൂടുതൽ, എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് കുറയും. അപ്പം 9,000 റുപ്പീസ് പ്രോഫിറ്റ് എവിടെ കുറഞ്ഞിട്ടുണ്ട്? കോസ്റ്റ് ബുക്കിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഐറ്റം എന്ത് ചെയ്തത്? ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തത് ഓവർ അബ്സോർപ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 9,000. അതുപോലെ തന്നെയാണ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ഓവർഹെഡ്. സെല്ലിംഗ് ഓവർഹെഡിന്റെ കേസിൽ അത് തന്നെയാണ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ 60,000 റുപ്പീസ് ആണ് കോസ്റ്റ് ഷീറ്റിൽ എടുത്തേക്കുന്നത്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ 60,000 റുപ്പീസും പ്രോഫിറ്റ് അതായത് ഫിനാൻഷ്യൽ ബുക്കിൽ നമ്മൾ 44,000 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ എത്ര രൂപ കൂടുതൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ ചാർജ് ചെയ്തിട്ടുണ്ട്? 16,000 റുപ്പീസ് നമ്മുടെ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ട്. എവിടെ? കോസ്റ്റ് ബുക്കിൽ. ഒരു എക്സ്പെൻസ് അത്രയും രൂപ എക്സ്ട്രാ ചാർജ് ചെയ്തെങ്കിൽ കോസ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത്രയും രൂപ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 16,000 റുപ്പീസ് പ്രോഫിറ്റ് കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോഫിറ്റിനോടൊപ്പം ഈ ഐറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടലി ആഡ് ചെയ്യേണ്ടുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് ഓവർ അബ്സോർപ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും ഓവർ അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ഓവർഹെഡും ആണ്. നമ്മൾ അത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് 9,000 പ്ലസ് 16,000 ടോട്ടൽ 25,000. നമ്മൾ അത് ഏതിനോടൊപ്പം ആഡ് ചെയ്യുന്നു? പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്കിനോടൊപ്പം ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ 85,000 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്തു. ടോട്ടൽ ചെയ്ത് കിട്ടും. ദെൻ ലെസ് ചെയ്യേണ്ടുന്ന ഐറ്റം നോക്കിയേ അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആണ്. ഫാക്ടറി ഓവർഹെഡിന്റെ അണ്ടർ അബ്സോർപ്ഷൻ ആണ്. ഫാക്ടറി ഓവർഹെഡില് കോസ്റ്റ് ബുക്കിൽ 40,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ചാർജ് ചെയ്തിട്ടുള്ളായിരുന്നു. എത്ര രൂപ ആക്ച്വലി ചാർജ് ചെയ്യണം? 46,000 ആണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് നമ്മുടെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്ന ഐറ്റം 40,000 രൂപ കുറച്ചതിന് ശേഷമാണ് നമുക്ക് ഈ 60,000 പ്രോഫിറ്റ് കിട്ടിയത്. യഥാർത്ഥത്തിൽ എത്ര രൂപ കുറയ്ക്കണമായിരുന്നു? 46,000 രൂപ കുറയ്ക്കണം. 46,000 കുറയ്ക്കണമായിരുന്നു. അപ്പൊ ഇനി എത്ര രൂപയും കൂടെ പ്രോഫിറ്റ് കുറയണം? 6,000 റുപ്പീസും കൂടെ കുറയണം. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ചെയ്യേണ്ട ഐറ്റമായിട്ട് 6,000 എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 46,000 മൈനസ് 40,000 6,000. ദെൻ ഈ 3 ഐറ്റം പ്യൂർലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഐറ്റം ആണ്. ഇത് ആര് ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല, കോസ്റ്റ് ബുക്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ 3 ഐറ്റം നമ്മൾ ലെസ് ചെയ്യുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 15,000,
പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 7,000, then ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 8,000. അപ്പൊ ഈ 3 ഐറ്റം, അപ്പൊ ലെസ് ചെയ്യാനുള്ള 4 ഐറ്റമാണ്. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 36,000 റുപ്പീസ്. 85,000 റുപ്പീസിൽ നിന്ന് 36,000 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്ക്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ എത്രയാണ്? 49,000. അപ്പം ആ കോസ്റ്റും പ്രോഫിറ്റിൽ നിന്ന് ഏത് പ്രോഫിറ്റിൽ എത്തിക്കാം? ഫിനാൻഷ്യൽ പ്രോഫിറ്റിൽ എത്തിച്ചാൽ നമ്മുടെ പ്രോബ്ലം കറക്റ്റ് ആണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ദ വീഡിയോസ് കെയർഫുള്ളി. Stay home and stay safe.